ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോ വിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതി ദീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഒരു 2-3 ഗ്രൂപ്പായിട്ടുള്ള വിസിറ്റേഴ്സ് ആയിരുന്നു. അവരെയൊക്കെ പറഞ്ഞയച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ വൈകി ക്ലാസ്. ഇപ്പോൾ വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ദശമസ്കന്ധത്തിലെ 36-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ അധ്യായം ഗോപികാ യുഗളഗീതം, വളരെ മനോഹരമായിട്ടുള്ളൊരു അധ്യായം നമ്മൾ ആസ്വദിച്ചു. ഇനിയും അതിലേക്ക് തിരിഞ്ഞു പോകുന്നില്ല. 36-ലേക്ക് നമുക്ക് പ്രവേശിക്കാം. 36 ഭഗവാന്റെ അരിഷ്ടാസുരവധം. അരിഷ്ടൻ എന്ന അസുരൻ കാളയുടെ രൂപത്തിൽ ഗോകുലത്തെ ആക്രമിക്കുന്നതും ഭഗവാൻ അവനെ വധിക്കുന്നതുമാണ് ആദ്യത്തെ 15 ശ്ലോകങ്ങൾ. പിന്നീട് നാരദൻ വന്ന് കംസനെ പ്രേരിപ്പിക്കുന്ന, കൃഷ്ണനും രാമനും എവിടെയുണ്ട്, അല്ലെങ്കിൽ തൻ്റെ കംസന്റെ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്നും അവരെവിടെയുണ്ടെന്നുള്ളതായിട്ടുള്ള രഹസ്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ഒന്നുകൂടെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള രംഗം. അത് കഴിഞ്ഞ് കംസൻ അക്രൂരനെ വൃന്ദാവനത്തിലേക്ക്, ഗോകുലത്തിലേക്ക് അയക്കുന്നതായിട്ടുള്ള ഭാഗം. ഇതാണ് ഈ അധ്യായത്തിലെ 40 ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന വിഷയം. നമുക്ക് ആദ്യം വായിക്കാം, എന്നിട്ട് അരിഷ്ടാസുരവധം എന്ന കഥ ആദ്യം കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 36-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അധ തർഹ്യാഗതോ ഗോഷ്ടം അരിഷ്ടോ വൃഷഭാസുരഃ മഹീം മഹാകഗുത്കായഃ കമ്പയൻ ഖുരവിക്ഷതാം രംഭമാണഃ ഖരതരം പദാ ച വിലിഖന്മഹീം ഉദ്യമ്യ പുച്ഛം വപ്രാണി വിഷാണാഗ്രേണ ചോദ്ധരൻ കിഞ്ചിത് സകൃന്മുഞ്ചൻ മൂത്രയൻ സ്തബ്ധലോചനഃ യസ്യ നിർഹ്ലാദിതേനാംഗ നിഷ്ഠുരേണ ഗവാം നൃണാം പദന്ത്യകാലതോ ഗർഭാഃ സ്രവന്തി സ്മ ഭയേന വൈ നിർവിശന്തി ഗണായസ്യ കകുദ്യജലശങ്കയാ തം തീക്ഷ്ണശൃംഗമുദ്വീക്ഷ്യ ഗോപ്യോ ഗോപാശ്ച തത്ര സുഹു പശവോ ദുദ്രുവുർഭീതാ രാജൻ സംത്യജ്യ ഗോകുലം. കൃഷ്ണ കൃഷ്ണേതി തേ സർവേ ഗോവിന്ദം ശരണം യയുഃ ഭഗവാനപി തദ്വീക്ഷ്യ ഗോകുലം ഭയവിദ്രുതം. മാ ഭൈഷ്ഠേതി ഗിരാശ്വാസ്യ വൃഷാസുരമുപാഹ്വയത് ഗോപാലൈഃ പശുഭിർമന്ദ ത്രാസിതൈ കിം അസത്തമാ ബലദർപ്പഹാഹം ദുഷ്ടാനാം ത്വദ്വിധാനാം ദുരാത്മനാം
ഇത്യാസ്ഫോട്യാച്യുതോരിഷ്ടം തലശബ്ദേന കോപയൻ സഖ്യുരംസേ ഭുജാഭോഗം പ്രസാര്യാവസ്ഥിതോ ഹരിഃ സോപ്യേവം കോപിതോരിഷ്ടഃ ഗുരേണാവനിം ഉല്ലിഖൻ ഉദ്യൽപുച്ഛഭ്രമന്മേഘഃ ക്രുദ്ധഃ കൃഷ്ണമുപാദ്രവത് അഗ്രന്യസ്തവിഷാണഗ്രഹ സ്തബ്ധാസൃഗ്ലോചനോച്യുതം കടാക്ഷിപ്യാദ്രവത്തൂർണം ഇന്ദ്രമുക്തോ അശനിർയതാം ഗൃഹീത്വാ ശൃംഗയോസ്തം വാ അഷ്ടാദശപദാനി സഹ പ്രത്യാപോവാഹ ഭഗവാൻ ഗജഃ പ്രതിഗജം യഥാ സോപവിദ്ദോ ഭഗവത പുനരുത്ഥായ സത്വരഃ ആപതത്സ്വിന്ന സർവാംഗോ നിശ്വസൻ ക്രോധമൂർച്ഛിതഃ തമാപതന്തം സ നിഗൃഹ്യ ശൃംഗയോഃ പദാസമാക്രമ്യ നിപാത്യ ഭൂതലേ നിഷ്പീഡയാമാസ യഥാർദ്രമംബരം കൃത്വാ വിഷാണേന ജഗാന സോപതത് അസൃഗ്വമന്മൂത്രശകൃത് സമുത്സൃജൻ ക്ഷിപംശ്ച പാദാനനവസ്ഥിതേ ക്ഷണഃ ജഗാമകൃത്സ്രം നിരുദേരദക്ഷയം പുഷ്പൈകിരന്തോ ഹരിമീഡിരേ സുരാഃ ഏവം കഗുദ്മിനം ഹത്വാ സ്തൂയമാനസ്വചാദിഭിഃ വിവേശഗോഷ്ഠം സബലോ ഗോപീനാം നയനോത്സവഃ അരിഷ്ടേ നിഹതേ ദൈത്യേ കൃഷ്ണേനാദ്ഭുതകർമ്മണ കംസായാദാഹ ഭഗവാൻ നാരദോ ദേവദർശനഃ യശോദായാ സുതാം കന്യാം ദേവക്യാ കൃഷ്ണമേവ ച രാമം ച രോഹിണീപുത്രം വസുദേവേന ബിഭ്യതാ ന്യസ്തൗ സ്വമിത്രേ നന്ദേ വൈ യാഭ്യാം തേ പുരുഷാ ഹതാഃ നിശമ്യ തദ്ഭോജപതിഃ കോപാത് പ്രചലിതേന്ദ്രിയഃ നിശാതം അസിമാദത്ത വസുദേവ ജിഗാംസയാ നിവാരിതോ നാരദേന തൽസുതൗ മൃത്യുമാത്മനഃ ജ്ഞാത്വാ ലോഹമയൈഃ പാശൈഃ ബബന്ദ സഹ ഭാര്യയാ പ്രതിയാതേ തു ദേവർഷൗ കംസ ആഭാഷ്യ കേശിനം പ്രേഷയാമാസ ഹന്യേതാം ഭവതാ രാമകേശവൗ തതോ മുഷ്ടികചാണൂരശലതോശലകാദികാൻ അമാത്യാൻ ഹസ്തിപാംശ്ചൈവ സമാഹൂയാഹ ഭോജരാട് ഭോ ഭോ നിശമ്യതാമേതദ്വീരചാണൂരമുഷ്ടികൗ നന്ദവ്രജേ കിലാസാദേ സുതൗ ആനകദുന്ദുഭേഃ രാമകൃഷ്ണൗ തതോ മഹ്യം മൃത്യുഃ കില നിദർശിതഃ ഭവദ്ഭ്യാം ഇഹ സംപ്രാപ്തൗ ഹന്യേതാം മല്ലലീലയാ മഞ്ചാക്രയന്താം വിവിധാ മല്ലരംഗപരിശ്രിതാഃ പൗരാജാനപദാഃ സർവേ പശ്യന്തു സ്വൈരസംയുഗം മഹാമാത്ര ത്വയാ ഭദ്ര രംഗദ്വാര്യുപനീയതാം ദിവഃ കുവലയാ പീഡോ ജഹിതേന മമാഹിതൗ ആരഭ്യതാം ധനുർയാഗഃ ചതുർദശ്യാം യഥാവിധി വിശസന്തു പശൂന്മേദ്യാൻ ഭൂതരാജായ മീഡുഷേ ഇത്യാജ്ഞാപ്യാർത്ഥതന്ത്രജ്ഞഃ ആഹൂയ യദുപുംഗവം ഗൃഹീത്വാ പാണിനാ പാണിം തതോ അക്രൂരമുവാച ഭോ 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 ദാനപതേ മഹ്യം ക്രിയതാം മൈത്രമാദൃതഃ നാന്യസ്ത്വത്തോ ഹിതതമോ വിദ്യത്തെ ഭോജവൃഷ്ണിഷു അതസ്ത്വാമാശ്രിതഃ സൗമ്യ കാര്യഗൗരവസാധനം യതേന്ദ്രോ വിഷ്ണുമാശ്രിത്യ സ്വാർത്ഥമദ്യഗമദ്വിഭൂ ഗച്ഛ നന്ദവ്രജം തത്ര സുതൗ ആനകദുന്ദുഭേഃ ആസാതേ താവിഹാനേന രഥേനാനയമാചിരം നിസൃഷ്ടഃ കില മേ മൃത്യുഃ ദേവൈർവൈകുണ്ഠസംശ്രയൈഃ താവാനയ സമം ഗോപൈഃ നന്ദാദ്യൈः സാഭ്യുപായനൈഃ ഗാദയിഷ്യേ ഇഹാനീതൗ കാലകൽപേന ഹസ്തിനാ യദി മുക്തൗ തതോ മല്ലൈർഘാതയേ വൈദ്യുതോപമൈഃ തയോർനിഹതയോസ്തപ്താൻ
വസുദേവ പുരോഗമാൻ തദ്ബന്ധൂൻ നിഹനിഷ്യാമി വൃഷ്ണിഭോജദശാർഹകാൻ ഉഗ്രസേനം ച പിതരം സ്ഥവിരം രാജ്യകാമുകം തദ്ഭ്രാതരം ദേവകം ച യേ ചാന്യേ വിദ്വിഷോ മമ തതശ്ചൈഷാ മഹീമിത്ര ഭവിത്രീ നഷ്ടകണ്ഡക ജരാസന്ധോ മമ ഗുരുഃ ദ്വിവിധോ ദൈതസ്സകാം ശംബരോ നരകോ ബാണോ മയ്യേവ കൃതസൗഹൃദാഃ തൈരഹം സുരപക്ഷീയാൻ ഹത്വാ ഭോക്ഷ്യേ മഹിം നൃപാൻ ഏതജ്ഞാത്വാനയക്ഷിപ്രം രാമകൃഷ്ണാവിഹാർഭഗൗ ധനുർമകനിരീക്ഷാർത്ഥം ദ്രഷ്ടും യദുപുരശ്രിയം അക്രൂര ഉവാച രാജൻ മനീഷിതം സദ്ര്യക് തവ സ്വാവദ്യമാർജനം സിദ്ധ്യസിദ്ധ്യോഃ സമം കുര്യാത് ദൈവം ഹി ഫലസാധനം മനോരഥാൻ കരോത്യുച്ഛൈഃ ജനോ ദൈവഹതാനപി യുജ്യത്തെ ഹർഷശോകാഭ്യാം തദാപ്യാജ്ഞാം കരോമി തേ ശ്രീശുക ഉവാച ഏവമാദിശ്യ ചക്രൂരം മന്ത്രിണശ്ച വിസൃജ്യ സഹ പ്രവിവേശ ഗൃഹം കംസഃ തദാ ക്രൂരഃ സ്വമാലയം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂര സംപ്രേഷണം നാമ षट्त्रिंशत्तमोऽध्यायः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. അപ്പം ദശമസ്കന്ധത്തിലെ 36-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ 15 ശ്ലോകങ്ങളെ കൊണ്ട് അരിഷ്ട അസുരവധം അതാണ് വർണ്ണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നാരദന്റെ കംസന്റെ അടുത്തേക്കുള്ള വരവും കംസനെ കൃഷ്ണരാമന്മാരെ വധിക്കാനുള്ള ഉപായങ്ങൾക്കായിക്കൊണ്ട് പ്രേരിപ്പിക്കുന്നതും, അത് കഴിഞ്ഞ് കംസൻ തൻ്റെ കൂട്ടുകാരായ മന്ത്രിമാരും മറ്റുമൊക്കെ ആയിട്ടുള്ള അസുരന്മാരോടെല്ലാം കൊടുക്കുന്നതായിട്ടുള്ള ആജ്ഞകളും, അതിനുശേഷം അക്രൂരനെ വിളിച്ച് ദൗത്യമേൽപ്പിക്കുന്നതും, വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള ദൗത്യമേൽപ്പിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് വായിച്ചത്. നമുക്ക് ഓരോ ശ്ലോകങ്ങളായി കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ षट्त्रिंशत्तमोऽध्यायः. श्रीशुक उवाच अथ तर्ह्यागतो गोष्ठम् अरिष्टो वृषभासुरः महीं महाककुत्कायः कम्पयन् कुरवीक्षताम्. श्रीशुक उवाच अथ तर्हि आगतो गोष्ठम् अरिष्टो वृषभासुरः महीं महाककुत्कायः कम्पयन् कुरवीक्षताम्. അപ്പോൾ ഇപ്പോൾ ഭഗവാന് 11 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരയ്ക്ക് അല്ലേ 7-ാം വയസ്സിലാണ് ഭഗവാന്റെ ഗോവർദ്ധനോദ്ധാരണം. അത് കഴിഞ്ഞിട്ടാണ് രാസക്രീഡ. അത് കഴിഞ്ഞ് പിന്നെയും 3-4 വർഷങ്ങൾ അങ്ങനെ തന്നെ കഴിച്ചുകൂട്ടി. ആ ഇടയ്ക്കാണ് ഈ പറഞ്ഞ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടതായിട്ടുള്ള യുഗളഗീതവും മറ്റുമൊക്കെ ഗോപികമാര് പാടുന്നതായിട്ടുള്ള സന്ദർഭം. എന്ന് വെച്ചാൽ ഓരോ ദിവസവും ആ ഗോപികമാർക്ക് ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമം, പ്രീതി
വർദ്ധിച്ച് 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 വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഭഗവാന്റെ 11 വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ മധുരാപുരിയിലേക്ക് തിരിച്ചു പോകുന്നത്. ആ കാലം അടുത്തിരിക്കുകയാണ്. ഭഗവാന്റെ 11-ാം വയസ്സിലാണ് അരിഷ്ടാസുരവധം, കേശിവധം, വ്യോമാസുരവധം ഇങ്ങനെ 3 അസുരന്മാരെ വധിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അക്രൂരൻ്റെ കൂടെ മധുരാപുരിയിലേക്ക് പോകുന്നത്. ഇത് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അധ എന്നാണ് ആരംഭിച്ചത് അല്ലേ? അധ്യായം ആരംഭിച്ചത് അധ തർഹി എന്നാണ്. അനന്തരം അപ്പോൾ എന്നാണ്. അപ്പോൾ അനന്തരം എന്നുള്ളത് അനേക കാലങ്ങൾ കഴിഞ്ഞ്, അനേകം എന്ന് പറഞ്ഞാൽ ഇവിടെ 3-4 വർഷങ്ങൾ കഴിഞ്ഞ് എന്നുള്ള അർത്ഥത്തിൽ ഈ ഭഗവാന്റെ രാസക്രീഡയും തുടർന്നുള്ളതായിട്ടുള്ള അനുഗ്രഹ ലീലകളും എല്ലാം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞു. അപ്പോൾ തർഹി ആഗതഃ ഗോഷ്ഠം അരിഷ്ടോ വൃഷഭാസുര. വൃഷഭരൂപിയായ അസുരനാണ് വൃഷഭാസുരൻ. അവന്റെ പേരാണ് അരിഷ്ടൻ. അരിഷ്ടാസുരൻ എന്ന പേര് ഏത് രൂപത്തിലാണ് വന്ന്? വൃഷഭ രൂപത്തിൽ, കാളയുടെ രൂപത്തിലാണ് വന്നത്. ഒരു വലിയ പെരുങ്കാള, കൂറ്റൻ കാള. അപ്പൊ ഗോഷ്ഠം ആഗത. ഗോഷ്ഠം എന്നാൽ ഗോകുലം, ഗോക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥാനമാണ് ഗോഷ്ഠം. അപ്പൊ ഗോകുലത്തിലേക്ക് ആഗതനായി വൃഷഭാസുരൻ. എന്ത് ചെയ്തുകൊണ്ട്? എങ്ങനെയുള്ള ശരീരത്തോടുകൂടി? മഹാകകുത്കായ എന്ന് അവനെ, വൃഷഭാസുരനെ, അരിഷ്ടനെ വിശേഷിപ്പിച്ചു. മഹാകകുത്കായ, മഹാകകുത്ത്. എന്താണ് കകുത്ത് എന്ന് പറഞ്ഞാല്? കകുത്ത് എന്ന് പറഞ്ഞാൽ കാളയുടെ മുതുകത്തുള്ളതായിട്ടുള്ള വലിയ ബമ്പ് അല്ലേ? ആ പൂഞ്ഞ എന്ന് പറയുന്നതായിട്ടുള്ള വലിയ ആ കൂന് പോലെയുള്ളതായിട്ടുള്ള ഭാഗമാണ് ഇവിടെ കകുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ സൂര്യവംശത്തിലൊരു രാജാവിന്റെ പേര് കകുൽസ്ഥൻ. എന്താ കകുൽസ്ഥൻ? കാളയുടെ പൂഞ്ഞയുടെ മുകളിൽ ഇരുന്നവൻ, കകുത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, കാളയുടെ കഴുത്തിലിരുന്നവൻ. എന്താ അവിടെ പ്രത്യേകം പറയാൻ കാരണം അല്ലെ? ഇന്ദ്രനെ കാളയാക്കിയിട്ട് ആ ഇന്ദ്രന്റെ പുറത്തിരുന്നു കൊണ്ട് അസുരന്മാരോട് യുദ്ധം ചെയ്തതുകൊണ്ട് ആ പേര് അദ്ദേഹത്തിന് പ്രശസ്തമായി. ഇന്ദ്രനാകുന്ന കാളയുടെ പുറത്തിരുന്നവനായതുകൊണ്ട് കകുത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ കകുൽസ്ഥൻ. ആ കകുൽസ്ഥന്റെ വംശത്തിലാണ് ശ്രീരാമസ്വാമി എന്നുള്ളത് കൊണ്ടാണ് രാമന് കാകുൽസ്ഥൻ എന്ന് പേര്. ഇതൊക്കെ എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ ഇവിടെ കകുത്ത് എന്ന് പറഞ്ഞാൽ വലിയ പൂഞ്ഞയോടുകൂടിയതും, മഹാകകുത്ത്, മഹാകായ. ആ മഹാ എന്നുള്ളത് രണ്ടിലേക്കും ചേർത്താണ്. മഹാകകുത്ത്, മഹാകായ. മഹാകായ എന്ന് പറഞ്ഞാൽ വലിയ ശരീരം, ഒരു ആനയെക്കാളും ഒക്കെ വലിയ ശരീരത്തോട് കൂടിയിട്ടുള്ള കൂറ്റൻ കാളയായിട്ടാണ് വരുന്നത് അല്ലേ? നമ്മളൊക്കെ പല ബ്രീഡുകൾ കാളകളെ കാണാറുണ്ട്. ആനയേക്കാൾ വലിപ്പമുള്ളതായിട്ടുള്ള കാളകളുണ്ട്. ഓസ്ട്രേലിയയിലും അതുപോലെയുള്ള പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള ബ്രീഡ് ചെയ്തിട്ടുള്ള ക്രോസ് ബ്രീഡുകളൊക്കെ ചെയ്ത് വളർത്തിയെടുത്തിട്ടുള്ളതായിട്ടുള്ള കൂറ്റൻ കാളകളുണ്ട്. പലപ്പോഴും ഇവിടെ എക്സിബിഷനുകളൊക്കെ ആയിട്ട് വരും, അഗ്രികൾച്ചറൽ എക്സ്പോ. അപ്പോൾ അതിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും വലിയ വലിയ കൂറ്റൻ കാളകൾ പല ഭാഗത്തുനിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് തന്നെ പലതരത്തിലുള്ള കൂറ്റൻ കാളകളുണ്ട്. വിദേശത്ത് അതിലും വലിയ കൂറ്റന്മാരുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എക്സിബിഷന് പോയിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ആനയുടെ സൈസുള്ളതായിട്ടുള്ള ഒരു കാള, ഓസ്ട്രേലിയൻ ബ്രീഡായിരുന്നു അത്. ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ അത് ഒരു ഇമ്പാക്റ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത്രയും വലിയ കൂറ്റനൊക്കെ ഉണ്ടാവും എന്ന് പറയുക, കാളക്കൂറ്റൻ. ഇവിടെ ഈ വൃഷഭാസുരൻ വന്നത് മഹാകകുത്ത് മഹാകായ. എന്ത് ചെയ്തുകൊണ്ടാണ് വന്നത്? കുരവിക്ഷതാം മഹീം കമ്പയൻ. മഹീം കമ്പയൻ, മഹി എന്ന ഭൂമിയെ കമ്പയൻ കുലുക്കിക്കൊണ്ട്, ഭൂകമ്പം ഉണ്ടാക്കിക്കൊണ്ട്, ഇളക്കി മറിച്ചുകൊണ്ട്.
അപ്പോൾ ഒരു 1.5 ആനയേക്കാൾ വലിയ സൈസിലാണ്, ഒരു പർവ്വതം വരുന്നത് പോലെയാണ് ഈ കാളയുടെ വരവ്. അതുകൊണ്ട് തന്നെ ഭൂമി കുലുങ്ങുന്നുണ്ട്. മഹീം കമ്പയൻ. എങ്ങനെ? ഏത് ഭൂമിയെ? ഭൂമി ഓൾറെഡി ഇവന്റെ കുരങ്ങളെ കൊണ്ട് വിക്ഷതിയേറ്റവളായിരുന്നു. കുരവിക്ഷതാം മഹീം. കുരമെന്നാൽ അവന്റെ കുളമ്പ്, വലിയ കഠിനമായിട്ടുള്ള വലിയ കുളമ്പുകൾ കൊണ്ട് പിളർന്നത് എന്നർത്ഥം. വിക്ഷതം. അപ്പൊ വിക്ഷതാം മഹീം ഭൂമിയെ വിശേഷിപ്പിച്ചതാണ്. അവന്റെ കുളമ്പടിയേറ്റ് പിളർന്നിരിക്കുന്ന ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ട്, ഭൂകമ്പമുണ്ടാക്കിക്കൊണ്ട് ആ അരിഷ്ടാസുരൻ വൃഷഭരൂപത്തില് ഗോഷ്ഠത്തിലേക്ക് അതാ വന്നു. അവന്റെ വരവ് വീണ്ടും വർണ്ണിക്കുകയാണ്. രംഭമാണഃ ഖരതരം പദാച വിലിഖൻ മഹീം ഉദ്യമ്യ പുച്ഛം വപ്രാണി വിഷാണാഗ്രേണ ചോദ്ധരൻ. രംഭമാണ ഖരതരം പദാച വിലിഖൻ മഹീം ഉദ്യമ്യ പുച്ഛം വപ്രാണി വിഷാണാഗ്രേണ ചോദ്ധരൻ. എന്ത് ചെയ്തുകൊണ്ട്? ഖരതരം രംഭമാണഃ. രംഭിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ശബ്ദിക്കുക എന്നർത്ഥത്തിൽ. ഖരതരം എന്ന് പറഞ്ഞാലോ കഠിനമാകുന്ന രീതിയിൽ. അവന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആരും ഭയപ്പെട്ടു പോകും. ഇടിവെട്ട് പോലെയുള്ളതായിട്ടുള്ള ഭയങ്കര ശബ്ദത്തോടു കൂടിയിട്ട് രംഭിച്ചുകൊണ്ട്, രംഭമാണഃ മഹീം പദാവിലിഗന്. അവന്റെ പാദങ്ങളെ കൊണ്ട്, അവന്റെ കുളമ്പുകളെ കൊണ്ട് മഹീം വിലിഗന് എന്ന് പറഞ്ഞാലോ ഭൂമിയിലേക്ക് ഇങ്ങനെ ലേഖനം ചെയ്യാന്ന് പറഞ്ഞാൽ വരയ്ക്കുകയാണ്. ഇവിടെ മാന്തിക്കൊണ്ട് എന്നർത്ഥം. ഈ കാളയും മറ്റുമൊക്കെ കൂറ്റൻ കാളകൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണമാണ് ഭൂമിയെ ഇങ്ങനെ കിടന്ന് മാന്തിക്കൊണ്ട് നിൽക്കുക. അവരുടെ കുളമ്പ് കൊണ്ട് ഇങ്ങനെ കുഴിച്ചുകൊണ്ട് നിൽക്കും, മണ്ണിങ്ങനെ കളത്തിക്കൊണ്ട്. നമ്മുടെ തമിഴ്നാട്ടില് ജല്ലിക്കെട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്ക്, അല്ലേ? ഇപ്പൊ ധാരാളം TV-യിൽ കാണാം. അപ്പൊ ആ ജല്ലിക്കെട്ടിന് വരുന്ന കാളയിൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് വരുന്ന ഒരു 1.5 വരവുണ്ട്, പാഞ്ഞ് വരുന്ന വരവ്. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും അത് നിൽക്കുകയാണെങ്കിൽ വെറുതെ നിൽക്കില്ല, ഈ കുളമ്പുകളെ കൊണ്ട് ഭൂമിയെ ഇങ്ങനെ കിളച്ചു മറിച്ചുകൊണ്ട്. അതാണ് പദാ മഹീം വിലിഖൻ. കാലുകളെ കൊണ്ട് ഭൂമിയെ ഇങ്ങനെ കിളച്ചു മറിച്ചുകൊണ്ട്, വിലേഖനം ചെയ്തുകൊണ്ട്. പുച്ഛം ഉദ്യമ്യ. പുച്ഛം വാലിനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് ആ കോപത്തിന്റെ ലക്ഷണം സൂചിപ്പിക്കുന്നതാണ്. ഭയങ്കര രൂപത്തെ സൂചിപ്പിക്കാൻ വാലും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. പുച്ഛം ഉദ്യമ്യ വിഷാണാഗ്രേണ വപ്രാണി ഉദ്ധരന്. വിഷാണം എന്ന് പറഞ്ഞാൽ കൊമ്പാണ്. അതിന്റെ വലിയ കൊമ്പിന്റെ അഗ്രങ്ങളെ കൊണ്ട് വിഷാണാഗ്രേണ വപ്രാണി എന്ന് പറഞ്ഞാൽ, വപ്രം എന്ന് പറഞ്ഞാൽ മതിൽക്കെട്ടുകള്, ചുമരുകള് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ കെട്ടിടങ്ങളെയൊക്കെ, ചുമരുകളെയൊക്കെ ഇങ്ങനെ കൊമ്പിന്റെ അഗ്രം കൊണ്ട് JCB കൊണ്ട് പിളർത്തിയെടുക്കുമ്പോൾ അങ്ങോട്ട് പൊക്കിയെടുത്ത് എറിയുന്നുണ്ട്. മതിലുകളൊക്കെ അങ്ങനെ കിളച്ച് മറിക്കുന്നുണ്ട് കൊമ്പുകളെ കൊണ്ട്. അതാണ് വിഷാണാഗ്രേണ വപ്രാണി ഉദ്ധരന്. വപ്രങ്ങളെ, മതിലുകളെയൊക്കെ ഇങ്ങനെ കുത്തി പുഴക്കിയെടുത്തുകൊണ്ട്, ഉദ്ധരിച്ചുകൊണ്ട് എന്നർത്ഥം. അല്ലെ? ഇപ്പൊ നമ്മുടെ എന്താ പറയുക, ഉത്സവ സീസണുകളില് ദിവസം എന്ന് പറഞ്ഞ പോലെ 1-2 ആനകൾ മതം പൊട്ടുന്നത് അല്ലെങ്കിൽ ഇടയുന്നതായിട്ട് കാണുന്നുണ്ട്. ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരു ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉത്സവങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവരുടെയൊക്കെ പള്ളി നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾ നടത്തുന്നതായിട്ട് ചില പള്ളി നേർച്ച ഈ പാലക്കാട് ഭാഗത്തൊക്കെ പല ഭാഗത്തും ഉണ്ട്. അപ്പോൾ അതിലും ഒക്കെ ഇപ്പം അടുത്ത ദിവസങ്ങളിൽ 3-4 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ഓരോ സ്ഥലത്തും ഓരോ ആനകൾ വീതം മതം പൊട്ടി അതിൻ്റെ ബഹളങ്ങൾ, പാപ്പാന്മാരെ കുത്തിക്കൊല്ലല്, നാട്ടുകാരെ കുത്തിക്കൊല്ലല്, വാഹനങ്ങളൊക്കെ നശിപ്പിക്കല്, മതിലുകളൊക്കെ പൊളിക്കല്, കെട്ടിടങ്ങളൊക്കെ പൊളിക്കല്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. ഒന്നുകിൽ ആനകൾക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയും മറ്റൊന്നും സഹിക്കുന്നില്ല. അല്ലെങ്കിൽ അതിന് കിട്ടുന്നതായിട്ടുള്ള പീഡകള്, ഭക്ഷണക്കുറവോ ഉറക്കക്കുറവോ ചൂടിൻ്റെ ആധിക്യമോ, പല കാരണങ്ങളാവാം. അവയ്ക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിർബന്ധിക്കുക, അല്ലേ? ഇങ്ങനെയൊക്കെ ആവുമ്പോൾ കൊച്ചുകുട്ടികളെ പോലെ ആ ഒരു ഇൻടോളറൻസ് പ്രകടിപ്പിക്കണവർ. വണ്ടികൾ, കാറുകൾ, ഓട്ടോറിക്ഷകൾ, വാഹനങ്ങളൊക്കെ കുത്തി മറിച്ചിടുക, അടുത്ത്
ഉള്ള കച്ചവട സ്ഥാപനങ്ങളെയൊക്കെ തകർത്തെറിയുക. ഉത്സവ സ്ഥലങ്ങളാവുമ്പോൾ അവിടെ ഇഷ്ടംപോലെ തിന്നാനുള്ള സാമഗ്രികളൊക്കെ ഉണ്ടാവുമല്ലോ കച്ചവടത്തിന്, പൊരിയും എന്തൊക്കെ അങ്ങനെയുള്ള അതൊക്കെ വാരി തിന്നുക. ദേഷ്യം ഉണ്ടെങ്കിലും ഇടയ്ക്ക് അത് പോയി തിന്നും. ഇങ്ങനെ പഴം വലിച്ച് തിന്നുക, ഇങ്ങനെ പലതും കാണാം നമുക്ക്. അതിൻ്റെ ഇടയിൽ കൊലപാതകവും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ആനകൾ കുത്തിമറിക്കുന്നതൊക്കെ കാണാം. കെട്ടിടങ്ങളൊക്കെ കുത്തിമറിക്കുന്നത്, മതിലുകൾ കുത്തിമറിക്കുന്നത്, കാറുകളെ കുത്തിമറിച്ചിടുന്നത്, ബസ്സിനെയും ലോറിയെയും കുത്തുന്നത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം അതുപോലെ ഇവിടെ വിഷാണാഗ്രേണ വപ്രാണി ഉദ്ധരന്, തൻ്റെ കൊമ്പിൻ്റെ അഗ്രം കൊണ്ട് മതിലുകളെയും ചുമരുകളെയും ഒക്കെ ഇളക്കി പൊക്കിയെടുത്തുകൊണ്ട് രംഭമാണക്കരതരം പദാച വിലിഖൻ മഹീം ഉദ്യമ്യ പുച്ഛം വപ്രാണി വിഷാണാഗ്രേണ ചോദ്ധരൻ കിഞ്ചിത് കിഞ്ചിത് സകൃൻ മുഞ്ചൻ മൂത്രയൻ സ്തബ്ധലോചന യസ്യ മൃഹാദിതേനാംഗ നിഷ്ഠുരേണ ഗവാം നൃണാം പതന്ത്യകാലതോ ഗർഭാഃ സ്രവന്തി സ്മ ഭയേന വൈ നിർവിശന്തി ഘനായസ്യ കകുതി അചലശങ്കയാ. അപ്പോ കിഞ്ചിത് കിഞ്ചിത് ശകൃത്ത് മുഞ്ചന് മൂത്രയന്. അപ്പോ കിഞ്ചിത് കിഞ്ചിത് എന്ന് വെച്ചാല് അതിന് ഈ പശുക്കളും മറ്റുമൊക്കെ അതിന് ശരിക്കുള്ള വിസർജിക്കാനുള്ള സമയത്താണെങ്കിൽ അത് നിന്ന് ക്ഷമയോടുകൂടി മുഴുവൻ മലവും വിസർജിക്കും, അല്ലെ? മുഴുവൻ ചാണകവും അത് വിസർജിച്ച ശേഷം, മൂത്രമെല്ലാം ഒഴിച്ച ശേഷം സമാധാനമായിട്ട് നടന്നു പോകും. ഇതങ്ങനെയല്ല. ഇത് അതിന്റെ ആ കോപം കൊണ്ട് വരുന്നതായിട്ടുള്ള വിസർജ്യങ്ങളാണ്, ഒരു വെപ്രാളത്തിൽ വരുന്നതായിട്ടുള്ള വിസർജ്യമാണ്. അപ്പൊ അത് കിഞ്ചിത് കിഞ്ചിത്, അവിടെ അല്പാൽപ്പം എങ്ങനെ ചാണകം ഇടുന്നുണ്ട്, തുടർച്ചയായിട്ടല്ല. കിഞ്ചിത് കിഞ്ചിത്, അല്പാൽപ്പം അവിടെ വിസർജനം ചെയ്തുകൊണ്ടും ശകൃത്ത് മുഞ്ചൻ എന്ന് പറഞ്ഞാൽ, ശകൃത്ത് എന്ന് പറഞ്ഞാൽ ചാണകം, മലം, കാളയുടെ മലം വിസർജിച്ചുകൊണ്ടും, അതുപോലെ മൂത്രയൻ അല്പാൽപ്പം മൂത്രിച്ചുകൊണ്ടും, പോകുന്നിടത്തേക്ക മൂത്രിക്കുക, അല്ലെ? കാളമൂത്രം പോലെ എന്ന് പറയും. നടന്നുകൊണ്ടേ മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ പോകുന്നിടത്തൊക്കെ മൂത്രമൊഴിക്കുക. അങ്ങനെ മൂത്രയന് സ്തബ്ധലോചന. സ്തബ്ധലോചന എന്ന് പറഞ്ഞാൽ തുറിച്ച് നോക്കുന്ന കണ്ണോട് കൂടിയിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന കണ്ണുകൾ, അതാണ് സ്തബ്ധലോചന. ഇളകാത്ത കണ്ണുകളോടും കൂടിയിട്ട് യസ്യ നിഷ്ഠുരേണ നിർഹ്ലാദിതേന ഗവാം നൃണാം ഗർഭാഃ ഭയേന അകാലതഃ പതന്തി സ്മ സ്രവന്തി സ്മ. അപ്പൊ യസ്യ നിഷ്ഠുരേണ നിർഹ്ലാദിതേന, ഏതൊരുവന്റെ നിഷ്ഠുരം, അതിക്രൂരമായ അതിഭയാനകമായിട്ടുള്ള നിർഹ്ലാദം എന്ന് പറഞ്ഞാൽ അട്ടഹാസം, ഗർജനം എന്നൊക്കെ അർത്ഥം. നിർഹ്ലാദിതേന, അപ്പൊ ഇടിവെട്ട് പോലെയുള്ള അവന്റെ ശബ്ദ ഗാംഭീര്യം കൊണ്ട്, ഹേ അംഗ, അല്ലയോ പരീക്ഷിത് രാജാവെ കേൾക്കൂ, ഗവാം നൃണാം ച ഗർഭാഃ ഭയേന അകാലതഃ പതന്തി സ്മ സ്രവന്തി സ്മ. ഈ കേൾക്കുന്ന ഗർഭിണികളായിട്ടുള്ള പശുക്കളും സ്ത്രീകളും, മനുഷ്യ സ്ത്രീകളും, അതാണ് ഗവാം നൃണാം ച എന്ന് പറഞ്ഞു. ഗവാം എന്ന് പറഞ്ഞാൽ പശുവിനാം, നൃണാം എന്ന് പറഞ്ഞാൽ നാരീണാം എന്ന അർത്ഥത്തിലാണ്. പുരുഷന്മാർക്ക് ഗർഭം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇവിടെ നൃണാം എന്നുള്ളത് ഏതർത്ഥത്തിലാണ്? പുംസാം എന്നുള്ള അർത്ഥത്തിലല്ല, സ്ത്രീണാം, മനുഷ്യന്മാരാകുന്ന സ്ത്രീകളുടെ. ഗർഭാഹ, അവരുടെ ഗർഭങ്ങള് ഭയേന, ഈ ഇടിവെട്ട് പോലെയുള്ള ശബ്ദം കേട്ടിട്ട് അകാലതഃ പതന്തി സ്മ. അകാലതഃ, കാലം തികയാതെ, അകാലത്ത് പതിക്കുന്നു എന്ന്. സ്രവന്തി സ്മ, സ്രവിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രയോഗം എന്തിനാ വെച്ചാല് 4 മാസം വരെയുള്ള ഗർഭം സ്രവിക്കുക എന്നാ പറയുക, അല്ലെ? അത് കഴിഞ്ഞാലാണ് ഗർഭം പതിക്കുക എന്ന് പറയുക. 4 മാസം കഴിഞ്ഞിട്ടുള്ള ഗർഭങ്ങള് പൂർണ്ണ തികയാതെ, വളർച്ചയെത്താതെ പതിക്കുന്നത്, മറ്റേ അലസിപ്പോകുന്നതിനെയാണ് പതിക്കുക എന്ന് പറയുന്നത്. മറ്റത് ഗർഭം സ്രവിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ 4 മാസമായിട്ടുള്ള സ്ത്രീകളിലും 4 മാസമായിട്ടുള്ള പശുക്കളിലുമുള്ള ഗർഭം സ്രവിക്കുകയും 4 മാസം കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഗർഭങ്ങളെല്ലാം പതിക്കുകയും ചെയ്യുന്നു. അത്രയ്ക്കും ഭയാനകമായിരുന്നു ഇവന്റെ അട്ടഹാസം, ഇവന്റെ ഗർജനങ്ങൾ എന്ന്. ആ ഭയങ്കരമായിട്ടുള്ള നിഷ്ഠുരേണ നിർഹാദിതേന
ഗവാം നൃണാം ഗർഭാഹ ഭയേന അകാലതഃ പതന്തി സ്മ സ്രവന്തി സ്മ യസ്യ കകുതി അചലസംഗയാ ഗണാഹ നിർവിശന്തി. യസ്യ കകുതി, ഏതൊരുവന്റെ ഈ കകുത്തില്, ഈ പൂഞ്ഞയുടെ മുകളില് അചലശങ്കയ, അചലശങ്ക എന്ന് പറഞ്ഞാൽ പർവ്വതമാണ് എന്നുള്ള ശങ്ക കൊണ്ട്, ഗണാഹ നിർവിശന്തി, ഗണങ്ങൾ എന്നാൽ മേഘങ്ങൾ, നിർവിശന്തി പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാല് ഇവന്റെ ഉയരം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവന്റെ ശരീരത്തിന്റെ വലിപ്പം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇവന്റെ ശരീരം തന്നെ പർവ്വതം പോലെ, അതിലൊരു കൊടുമുടി പോലെയുണ്ട് ഇവന്റെ മുതുകത്തുള്ളതായിട്ടുള്ള പൂഞ്ഞ. ആ പൂഞ്ഞയെ മേഘങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്നാ. എന്താണത്? പർവ്വതങ്ങളാണെന്ന് ധരിച്ച് മേഘങ്ങൾ വന്ന് വിശ്രമിക്കുന്ന സ്ഥാനങ്ങളാണ് പർവ്വതങ്ങൾ. അപ്പൊ അവരെ വിശ്രമിക്കാനായിക്കൊണ്ട് ഈ ഇവന്റെ മുതുകത്താണ് വന്ന് പതിക്കുന്നത്. അതാണ് നിർവിശന്തി, പ്രവേശിക്കുന്നു, നിർവേശിക്കുന്നു. അങ്ങനെ അപ്പൊ മേഘങ്ങളെ സ്പർശിക്കുന്നതാണ് ഇവന്റെ പൂഞ്ഞ. അത്രയും വലുപ്പമുണ്ട്, കൊടുമുടികൾ പോലെയുണ്ട് എന്ന് താല്പര്യം. അല്ല, മേഘങ്ങൾ ഇങ്ങോട്ടിറങ്ങി വരണ്ട, ഇവന്റെ തല, ഇവന്റെ മുതുക് അത്രയും ഉയരത്തിലുണ്ട്, അവർക്ക് വിശ്രമിക്കാൻ പാകത്തിന്. കിഞ്ചിത് കിഞ്ചിത് സകൃന്മുഞ്ചൻ മൂത്രയൻ സ്തബ്ധലോചന യസ്യ നൃഹാദിതേനാംഗനിഷ്ഠുരേണ ഗവാം നൃണാം പതന്ത്യകാലതോ ഗർഭാഃ സ്രവന്തി സ്മ ഭയേന വൈ നിർവിശന്തി ഘനായസ്യ കകുതി അചലശങ്കയാ. തം തീക്ഷ്ണ ശൃംഗമുദ്വീക്ഷ്യ ഗോപ്യോ ഗോപാശ്ച തത്രസുഃ പശവോ ദുദ്രുവുർഭീതാ രാജൻ സന്ത്യജ്യ ഗോകുലം. തം തീക്ഷ്ണ ശൃംഗമുദ്വീക്ഷ്യ ഗോപ്യോ ഗോപാശ്ച തത്രസുഃ പശവോ ദുദ്രുവുർഭീതാ രാജൻ സന്ത്യജ്യ ഗോകുലം. തം തീക്ഷ്ണശൃംഗം ഉദ്വീക്ഷ്യ, അവനെ, തം അവൻ എങ്ങനെയുള്ളവൻ? തീക്ഷ്ണശൃംഗം, മൂർച്ചയേറിയ കൊമ്പുകളോടുകൂടിയ ആ കാളയെ ഉദ്വീക്ഷ്യ, നന്നായി കണ്ടിട്ട്. ആര്? ഗോപ്യ ഗോപാശ്ച, ഗോപസ്ത്രീകളും ഗോപന്മാരും പുരുഷന്മാരും തത്രസുഃ, പേടിച്ചു വരച്ചു, ത്രസിച്ചു. അപ്പൊ ഗോപികളും ഗോപന്മാരും ഇവന്റെ ഭയങ്കരമായിട്ടുള്ള കൊമ്പിന്റെ മൂർച്ചയും വലുപ്പവും ഒക്കെ കൂടി കണ്ട് ആകെ ഭയപ്പെട്ടു. പശവഃ ഭീതാഃ ദുദ്രുവുഃ, പശുക്കളെല്ലാം ഭയപ്പെട്ടുകൊണ്ട് ദ്രവിച്ചു, പാഞ്ഞു എന്നർത്ഥം. എവിടേക്ക്? സന്ത്യജ്യ ഗോകുലം. ഗോകുലം അവരുടെ വീടാണ്, അവരുടെ ഹോമാണ്, സുരക്ഷിത സ്ഥാനമാണ്. പക്ഷെ ആ സുരക്ഷിത സ്ഥാനങ്ങളെയെല്ലാം ഉപേക്ഷിച്ച്, സന്ത്യജ്യ വെച്ചാൽ ഇവിടെ സുരക്ഷിതമല്ല എന്ന് ഗോകുലത്തിൽ പോലും അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ തോന്നിയിട്ട് അവരവിടുന്ന് രക്ഷപ്പെട്ടു. അല്ലേ? നമ്മുടെ ബെഡ്റൂം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥാനമാണ്. പക്ഷെ ഒരു നല്ല രാജവെമ്പാല അവിടേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തുണി ഉടുത്തില്ലെങ്കിൽ കൂടി അവിടുന്ന് എഴുന്നേറ്റ് ഓടും. അല്ലേ? പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. എൻ്റെ തുണി എടുക്കട്ടെ, ഉടുക്കട്ടെ, നല്ല സാരി എടുത്തുടുക്കട്ടെ, ഷെൽഫ് തുറക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പൊട്ടു തൊടട്ടെ, തലചീവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുവാരെങ്കിലും പാഞ്ഞു പോകും. ആദ്യം ജീവൻ ബാക്കിയുണ്ടെങ്കിലേ പൊട്ടും വസ്ത്രമൊക്കെ ധരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെയാണ് ഇവിടെ പശുക്കൾക്ക് ഇവർക്ക് ഇവിടെ നിൽക്കാനുള്ള ധൈര്യമില്ല. ഇവൻ ഗോകുലം വന്ന് കീഴടക്കിയിരിക്കുന്നു. അപ്പൊ പശുക്കളെല്ലാം ദൂരേക്ക് പാഞ്ഞു. ഗോകുലം സന്ത്യജ്യ ദുദ്രുവു. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത രാജാവേ എന്ന് കഥ പറയണം. തം തീക്ഷ്ണശൃംഗമുദ്വീക്ഷ്യ ഗോപ്യോ ഗോപാശ്ച തത്രസുഃ പശവോ ദുദ്രുവുർഭീതാ രാജൻ സന്ത്യജ്യ ഗോകുലം. കൃഷ്ണ കൃഷ്ണേതി തേ സർവേ ഗോവിന്ദം ശരണം യയുഃ ഭഗവാനപി തദ്വീക്ഷ്യ ഗോകുലം ഭയവിദ്രുതം. കൃഷ്ണ കൃഷ്ണേതി തേ സർവേ ഗോവിന്ദം ശരണം യയുഃ ഭഗവാനപി തദ്വീക്ഷ്യ ഗോകുലം ഭയവിദ്രുതം. അപ്പൊ ബാക്കിയുള്ള ഗോപന്മാരും ഗോപികമാരും അവരെന്ത് ചെയ്തു? അവര് സർവേ കൃഷ്ണ കൃഷ്ണ ഇതി ശരണം യയുഃ. ആരെ? ഗോവിന്ദം, എല്ലാവരെയും രക്ഷിക്കുന്നവൻ, ഗോക്കളെ മുഴുവൻ പരിപാലിക്കുന്നവൻ. ഇവിടെ ഗോക്കളെന്നാൽ എല്ലാവരും തന്നെ, ചലിക്കുന്ന എല്ലാവരും ഗോക്കളാണ്. അപ്പൊ സകല ചരാചരങ്ങളെയും രക്ഷിക്കുന്നവനായ ഭഗവാനെ തന്നെ ആ ഗോപികമാരും ഗോപന്മാരും കൃഷ്ണന്റെ പേര് വിളിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ ഇതി
തേ സർവേ ഗോവിന്ദം ശരണം യയുഹു, ശരണം പ്രാപിച്ചു. ഭഗവാനപി തദ്വീക്ഷ്യ ഗോകുലം ഭയവിദ്രുതം. ഭഗവാനാകട്ടെ തദ്വീക്ഷ്യ, അതിനെ കണ്ടിട്ട് എന്താ കാണുന്നത്? ഗോകുലം ഭയവിദ്രുതം വീക്ഷ്യ, ആ ഗോകുലം മുഴുവൻ ഭയം കൊണ്ട് ദ്രവിക്കുന്നവരായി പായുന്നവരായിട്ട് പരക്കം പായണം. എവിടെയും നിൽക്കക്കള്ളിയില്ലാതെ എങ്ങടൊക്കെയാ പോണ്ട്, എന്തൊക്കെയാണ് എടുക്കേണ്ടത്, കുട്ടികളെ എടുക്കണോ, സ്വന്തം ജീവൻ നോക്കണോ എന്നിങ്ങനെ ജീവനം കൊണ്ട് പായുന്നതായിട്ടുള്ള ആളുകൾ. അതാണ് ഗോകുലം ഭയവിദ്രുതം വീക്ഷ്യ. എന്ത് ചെയ്തു ഭഗവാൻ? മാ ബൈഷ്ടേതി ഗിരാശ്വാസ്യ വൃഷാസുരമുപാഹ്വയത് ഗോപാലൈ പശുഭിർമന്ദ ത്രാസിതൈ കിം അസത്തമാം. മാ ബൈഷ്ടേതി ഗിരാശ്വാസ്യ വൃഷാസുരമുപാഹ്വയത് ഗോപാലൈ പശുഭിർമന്ദ ത്രാസിതൈ കിം അസത്തമാം. അപ്പൊ ഇവരെ ആശ്വസിപ്പിക്കാനായിക്കൊണ്ട് ഭഗവാൻ എന്ത് പറഞ്ഞു? മാ ബൈഷ്ട ഇതി ഗിരാ ആശ്വാസ്യ. മാ ബൈഷ്ട എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട, ഭയം വേണ്ട. എല്ലാവരോടുമായിട്ട് ഭഗവാൻ വിളിച്ചു പറയണം, ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. മാ ബൈഷ്ട, മാ ബൈഷ്ട ഇതി ഗിര, ഈ വാക്കുകളെ കൊണ്ട് ആശ്വാസ്യ, ഗോകുലത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് വൃഷാസുരം ഉപാഹ്വയത്, ആ വൃഷാസുരന്റെ പുറകെ ചെന്ന് ഭഗവാൻ അവനെ വിളിക്കുകയാണ്, നീ ഇങ്ങട് വാ, നീ എന്തിനാ പാവപ്പെട്ടവരെ ആക്രമിക്കാൻ പോകുന്നു, നീ എന്റെ നേർക്ക് വാ എന്ന മട്ടില് ഭഗവാൻ വൃഷാസുരനെ നേരിടാനായിട്ട് അവനെ വിളിക്കുകയാണ്. എന്താ അവനോട് പറയുന്നത്? ഹേ മന്ദ, അല്ലയോ മന്ദനായിരിക്കുന്നവനെ, മന്ദബുദ്ധിയായിരിക്കുന്നവനെ, നീ എന്തിനാ പാപങ്ങളുടെ നേരെ പോന്ന്? ഗോപാലൈഹി പശുഭിഹി ത്രാസിതൈഹി കിം അസത്തമാ. അസത്തമാ, മന്ദ, അവനെ വിളിക്കുന്നതാണ്, അവനെ കോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എടാ മന്ദബുദ്ധി, നീ തിരയുന്ന ആൾ ഇതാ ഇവിടെ നിൽക്കണു, നിനക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? നിന്റെ കാലൻ, നിന്റെ മരണം അടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് നീ ഇവിടേക്ക് വന്നിരിക്കണം. അതാ നിന്റെ മന്ദബുദ്ധി, നിന്റെ മന്ദഭാഗ്യം, നിന്റെ മന്ദത കൊണ്ടാണ് നിന്റെ കാലന്റെ അടുത്തേക്ക് തന്നെ നീ വന്നത്. എടാ അല്ലേ, എടാ മന്ദ, നിന്റെ കാലൻ ഇതാ ഇവിടെ നിൽക്കുന്നു, നീ ഇങ്ങോട്ട് തിരിയേ, ഇങ്ങോട്ട് വാ. അസത്തമാ, ദുഷ്ട, നിന്നെ പോലുള്ള ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനാണ് എന്റെ അവതാരം എന്നുള്ള മട്ടില് അസത്തമാ എന്ന് വിളിച്ചുകൊണ്ട് ഈ പശുക്കളെയും ഗോപാലന്മാരെയും ഭയപ്പെടുത്തിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? പാവങ്ങള്. ഗോപാലൈ പശുഭിഹി ത്രാസിതൈഹി കിം, പശുക്കളെയും ഗോപാലന്മാരെയും ഭയപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് നിനക്ക് എന്ത് ലാഭം, എന്ത് കിട്ടാനാണ്? നീ അന്വേഷിച്ചു വന്നത് എന്നെയല്ലേ? ഞാനിതാ ഇവിടെ ഉണ്ടടാ, നീ ഇങ്ങോട്ട് നോക്കടാ. മന്ദ, അസത്തമ, ഇങ്ങനെ അവനെ പ്രകോപിപ്പിച്ച് തന്റെ നേർക്ക് വിളിക്കുകയാണ്. കാരണം ഭഗവാന് യാതൊരു ഭയവുമില്ല. ഭഗവാൻ തന്നെ നിർഭയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവന്റെ നേരെ ചെന്ന് ഈ ബാലൻ, വെറും 10-11 വയസ്സുള്ള ബാലനാണ് ഭഗവാൻ, ആ ബാലനാണിതാ ഈ ദുഷ്ടനായിട്ടുള്ള അസുരനെ നേരിടാൻ ചെല്ലുന്നത്. ഭഗവാൻ തുടരുകയാണ് അവനെ കൂടുതൽ കോപിപ്പിക്കാനായിക്കൊണ്ട്. ബലദർപ്പഹാഹം ദുഷ്ടാനാം ത്വദ്വിധാനാം ദുരാത്മനാം ഇത്യാസ്ഫോട്യച്യുതോരിഷ്ടം തലശബ്ദേന കോപയൻ. ബലദർപ്പഹാഹം ദുഷ്ടാനാം ത്വദ്വിധാനാം ദുരാത്മനാം ഇത്യാസ്ഫോട്യച്യുതോരിഷ്ടം തലശബ്ദേന കോപയൻ. ഭഗവാൻ എന്തൊക്കെയാ പറയണത്? ത്വദ്വിധാനാം ദുരാത്മനാം ദുഷ്ടാനാം ബലദർപ്പഹാഹം. ത്വദ്വിധാനാം, നിന്നെ പോലെയുള്ളവരും, ദുരാത്മനാം, ദുഷ്ടസ്വഭാവമുള്ളവരും, ദുഷ്ടാനാം, ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവരുമായിട്ടുള്ള നിങ്ങളുടെയൊക്കെ ബലദർപ്പഹാഹം, ബലം കൊണ്ടുള്ള ദർപ്പത്തെ ഹനിക്കുന്നവനാണ് ഞാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബലത്തെയും ദർപ്പത്തെയും ഹനിക്കുന്നവനാണ് ഞാൻ. നിന്റെ ശക്തിയെയും നിന്റെ അഹങ്കാരത്തെയും ഞാൻ നശിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാ ഞാൻ വന്നിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആസ്ഫോട്യ അച്യുത. ആസ്ഫോട്യ എന്ന് പറഞ്ഞാൽ എന്താ? കൈ തട്ടിയിട്ട്, കൈകൊട്ടി വിളിക്കുന്നതാണ് ആസ്ഫോടനം ചെയ്യുക. കൈകൊട്ടി രസിക്കുന്നതിനൊക്കെ ആസ്ഫോടനം എന്ന് പറയും. അപ്പൊ ആസ്ഫോട്യ, ഇങ്ങനെ കൈയടിച്ച് അവനെ കൂടുതൽ പ്രകോപിപ്പിക്കണം.
അവന്റെ ശ്രദ്ധയെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്തോറും ഇവിടെ വാടാ, ഞാൻ ഇവിടെയാ നിൽക്കുന്നത്, നീ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ എന്നൊക്കെ പറഞ്ഞ് അവന്റെ ശ്രദ്ധയെ ആകർഷിക്കാനായിക്കൊണ്ട് ഭഗവാൻ കൈകൊണ്ട് കൊട്ടി. അതാണ് ആസ്ഫോട്യ അച്യുത അരിഷ്ടം. ആ അരിഷ്ടാസുരനെ തലശബ്ദേന കോപയന്. തലശബ്ദം എന്ന് പറഞ്ഞാല് ആ കൈത്തലങ്ങൾ കൂട്ടിയടിച്ച ശബ്ദം, കൈത്തലങ്ങളുടെ ശബ്ദമാണ് തലശബ്ദം. ആസ്ഫോടനം ചെയ്തപ്പോണ്ടായ തലശബ്ദം കൊണ്ട് അവനെ ഒന്നുകൂടെ പ്രകോപിപ്പിച്ചുകൊണ്ട്. അല്ലേ, നമ്മള് ആരെങ്കിലും കോപിപ്പിക്കാനായിക്കൊണ്ട് അവരുടെ അടുത്ത് ചെന്ന് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി, വേണമെങ്കിൽ ഒന്ന് അവന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് കൈകൊട്ടിയാൽ മതി, ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചാൽ മതി, അല്ലേ, അവരൊന്നുകൂടെ വിക്ഷുബ്ധരാവും. അപ്പൊ എന്തായാലും ഭഗവാൻ നല്ല യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ട് അവനെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവന്റെ നേരെ കൈകൊട്ടി വിളിച്ചുകൊണ്ട് ഇവിടെ വാടാ എന്ന മട്ടില് മന്ദ അസത്തമ, നിന്നെ പോലെയുള്ള ദുഷ്ടന്മാരുടെയൊക്കെ അഹങ്കാരം ശമിപ്പിക്കാനാണ് വേണ്ടിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത് എന്ന് തന്റെ തലശബ്ദം കൊണ്ട് കോപിപ്പിച്ചു. സഖ്യുരംസേ ഭുജാഭോഗം പ്രസാര്യാവസ്ഥിതോ ഹരി സോപ്യേവം കോപിതോരിഷ്ടഃ കുരേണാവനിമുല്ലിഖൻ ഉദ്യൽ പുച്ഛഭ്രമന്മേഘഃ ക്രുദ്ധഃ കൃഷ്ണമുപാദ്രവത്. സഖ്യുരംസേ ഭുജാഭോഗം പ്രസാര്യാവസ്ഥിതോ ഹരി സോപ്യേവം കോപിതോരിഷ്ടഃ കുരേണാവനിമുല്ലിഖൻ ഉദ്യത് പുച്ഛഭ്രമന്മേഘഃ ക്രുദ്ധഃ കൃഷ്ണമുപാദ്രവത്. എന്നാൽ അവനെ പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഉള്ളില് യഥാർത്ഥത്തിൽ കോപമോ ഭയമോ ഏതെങ്കിലും തരത്തിലുള്ള വിക്ഷോഭമോ ഉണ്ടോ ഇല്ല എന്ന് കാണിക്കാൻ ഭഗവാന്റെ ആ ഒരു കൂളായിട്ടുള്ള ഭാവം. എന്താ ഭാവം? സഖ്യുരംസേ ഭുജാഭോഗം പ്രസാര്യാവസ്ഥിതോ ഹരി. സഖ്യു തന്റെ സഖാവിന്റെ ഒരു കൂട്ടുകാരന്റെ അംസെ തോളില് ഭുജാഭോഗം, തന്റെ കൈയാകുന്ന പാമ്പിന്റെ ഉടല് പോലെയുള്ള നീണ്ടുരുണ്ട ആ കൈകൾ, ഭുജത്തെ ആഭോഗം എന്ന് പറഞ്ഞു. ഭുജാഭോഗം, ഭുജം കൈകളാണ്, ഭഗവാന്റെ കൈകൾ ദീർഘബാഹുക്കളാണ്, ആജാനുബാഹു ആണ് ഭഗവാൻ, അല്ലെ, രക്ഷാനിപുണങ്ങളാണ് ഭഗവാന്റെ കൈകൾ, ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ ശക്തിയുള്ളതാണ് ഭഗവാന്റെ കൈകൾ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ആഭോഗം. ആഭോഗം എന്ന് പറഞ്ഞാല് സർപ്പശരീരമാണ്, പാമ്പിന്റെ ശരീരം പോലെ നീണ്ടുരുണ്ട ആ ഭഗവാന്റെ കൈകളെ ഭഗവാൻ ഒരു കയ്യനെ എന്ത് ചെയ്തു, ഒരു കൂട്ടുകാരന്റെ തോളിൽ കൈയിട്ടിട്ട് കൂളായിട്ട് നിൽക്കുകയാണ്. സഖ്യുരംസേ ഭുജാഭോഗം പ്രസാര്യ, അതിനെ തോളിലിട്ട് പ്രസരിപ്പിച്ച് അവസ്ഥിതോ ഹരിഹി, ഹരി അവിടെ നിൽക്കുകയാണ് ഇവനെ പ്രകോപിപ്പിച്ച് ഇങ്ങട് വാടാ എന്ന് വിളിച്ചുകൊണ്ട് എന്നർത്ഥം. അവസ്ഥിത ഹരിഹി. അപ്പൊ ഇതും കൂടി കാണുമ്പോഴോ ഒരു കൂസലുമില്ല, എന്നെ കണ്ടിട്ട് ഇത്രയും ഭയങ്കരമായ ശരീരവും എന്റെ ഈ ചേഷ്ടകളും എന്റെ ഈ മുക്ര ഇടുന്ന ശബ്ദവും ഒന്നും കേട്ടിട്ടും ഇവൻ ഒരു ഭയവും ഇല്ല എന്ന് കാണുമ്പോൾ ഒന്നുകൂടെ പ്രകോപിതനാവും. അതാണ് സോപ്യേവം കോപിതോ അരിഷ്ട. ആ അരിഷ്ട സഹ ഏവം കോപിത അപി, ഇങ്ങനെ വീണ്ടും കോപിപ്പിക്കപ്പെട്ടവനായപ്പോൾ, ഒന്നുകൂടെ പ്രകോപിപ്പിച്ചപ്പോൾ കുരേണ അവനിം ഉല്ലിഖന്, വീണ്ടും അവന്റെ കുരങ്ങൾ കുളമ്പുകൾ കൊണ്ട് അവനും ഉല്ലികൻ, ഭൂമിയെ കളച്ച് മറിച്ചുകൊണ്ട്, ഭൂമിയില് തന്റെ കുളമ്പുകൾ കൊണ്ട് ഉരച്ചുകൊണ്ട് അവനും ഉല്ലികൻ ഉദ്യത് പുച്ഛ ഭ്രമന്മേഘ, തന്റെ വാല് ഉദ്യത് പുച്ഛം ഉദ്യത്, വാലിനെ പൊക്കിപ്പിടിച്ച് ഭ്രമന്മേഘ, ആകാശത്തുള്ള മേഘങ്ങളെയൊക്കെ കറക്കുന്നുണ്ട്. വെച്ചാൽ അവൻ വാല് ചുഴറ്റുമ്പോ മേഘങ്ങളെയൊക്കെ അടിച്ചു തെറിപ്പിക്കുകയാണ്. അപ്പൊ അത്രയും വലുപ്പമുണ്ട് എന്നർത്ഥം. പർവ്വതാകാരനായി നിൽക്കുന്ന അവന്റെ വാലിന്റെ ചുഴറ്റൽ മേഘങ്ങളെല്ലാം അടിച്ചു തെറിപ്പിക്കുന്നു. ഉദ്യത് പുച്ഛഭ്രമന്മേഘ ക്രുദ്ധ കൃഷ്ണമുപാദ്രവത്, ക്രോധിച്ചുകൊണ്ട് കൃഷ്ണന്റെ നേർക്ക് ഉപാദ്രവത് എന്ന് പറഞ്ഞാൽ പാഞ്ഞു വന്നു. കൃഷ്ണനെ പീഡിപ്പിക്കാനായി ഉപദ്രവിക്കാനായി പാഞ്ഞു വന്നു. ഉപാദ്രവത്. അഗ്രന്യസ്ത വിഷാണാഗ്രഹ സ്തബ്ധാസൃഗ്ലോചനോച്യുതം കടാക്ഷിപ്യാദ്രവത്തൂർണം ഇന്ദ്രമുക്തോശനിർയത.
അഗ്രന്യസ്തവിഷാണഗ്രഹ സ്തബ്ധാസൃഗ്ലോചനോച്യുതം കടാക്ഷിപ്യാദ്രവത്തൂർണം ഇന്ദ്രമുക്തോ അശനിർയഥ. അപ്പൊ അവന്റെ വരവ് എങ്ങനെയാ? അഗ്രന്യസ്ത വിഷാണഗ്രഹ. വിഷാണാഗ്രം കൊമ്പിന്റെ അറ്റം, വിഷാണത്തിന്റെ അഗ്രം, അത് അഗ്രന്യസ്ത എന്ന് വെച്ചാലോ അത് മുമ്പിലേക്ക് പിടിച്ചിട്ട്. ഏറ്റവും മുമ്പിൽ വരുന്നത് എന്താണ്? അവന്റെ മുഖമല്ല, അവന്റെ കൊമ്പാണ് മുമ്പിലേക്ക്. അപ്പൊ തല താഴ്ത്തി കൊമ്പിനെ ഭഗവാനെ കുത്താനായി ആഞ്ഞുകൊണ്ട്. കാളകളുടെ വരവ് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ജല്ലിക്കെട്ട് കണ്ടാൽ അറിയാം. അത് തല താഴ്ത്തിക്കൊണ്ട് കൊമ്പ് കൊണ്ട് ശത്രുവിനെ നേരിടാൻ. അതിപ്പോ മറ്റൊരു കാളയെ നേരിടുമ്പോഴും അതെ, മറ്റേത് മൃഗങ്ങളെ നേരിടുമ്പോഴും അതെ, മനുഷ്യരെ നേരിടുമ്പോഴും അതെ, കാളകള് അതിന്റെ കൊമ്പ് കൊണ്ട് മുമ്പിൽ വരും. അപ്പോ അഗ്രന്യസ്തവിഷാണഗ്രഹ, രണ്ട് കൊമ്പുകളെയും അഗ്രങ്ങളെയും മുമ്പിൽ പിടിച്ചുകൊണ്ട്, ആയുധമാണതേ. അപ്പൊ ആയുധത്തെ മുമ്പിലേക്ക് പിടിച്ചുകൊണ്ട് സ്തബ്ധാസൃഗ്ലോചനോച്യുതം. സ്തബ്ധ അസൃഗ്ലോചന, സ്തംഭിപ്പിച്ച തുറിച്ച. അസൃഗ്ലോചന, അസൃക്ക് എന്ന് പറഞ്ഞാൽ രക്തമാണ്. അസൃഗ്ലോചന രക്തലോചന എന്ന് വെച്ചാൽ ചുവന്ന കണ്ണുകളോട് കൂടിയിട്ട്. അപ്പൊ തുറിച്ചതും ചുവന്നതുമായിട്ടുള്ള കണ്ണുകളോട് കൂടിയവനായിട്ട് അച്യുതം കടാക്ഷിപ്യ, അച്യുതനെ കടാക്ഷേപം ചെയ്തതെന്നാണ് എന്ന് പറഞ്ഞിട്ട് അച്യുതന്റെ നേരെ ഒരു പ്രത്യേക നോട്ടം, അവജ്ഞയോടുകൂടിയതായിട്ടുള്ള നോട്ടം, അതാണ് കടാക്ഷിപ്യ. നോട്ടം കൊണ്ട് ആക്ഷേപിക്കുക, അതാണ് കടാ ആക്ഷിപ്യ. കട എന്ന് പറഞ്ഞാല് അറ്റം എന്നാണ്. കണ്ണിന്റെ അഗ്രം കൊണ്ട് ഒന്ന് നോക്കിയിട്ട് എന്നുള്ള മട്ടില് ആക്ഷിപ്യ. എന്തു വന്നു? തൂർണം ആദ്രവത്, വളരെ വേഗത്തിൽ പാഞ്ഞു വരികയാണ് ഭഗവാന്റെ നേരെ. ഏതുപോലെ? ഇന്ദ്രമുക്ത അശനിഹീയത, ഇന്ദ്രമുക്ത അശനിറിയത. ഇന്ദ്രമുക്ത എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാൽ മോചിപ്പിക്കപ്പെട്ട, വിക്ഷേപിക്കപ്പെട്ട. അശനി എന്ന് പറഞ്ഞാൽ വജ്രായുധം എന്നും ഇടി മിന്നൽ എന്നും അർത്ഥം. അശനി ഇന്ദ്രന്റെ വജ്രായുധത്തെ തന്നെയാണ് മിന്നലായിട്ടും പറയുന്നത്. അപ്പൊ മിന്നൽ ഏത് വേഗത്തിലാ വരിക? ആ ലൈറ്റ്നിങ് സ്പീഡ് എന്ന് പറയുന്ന ആ സ്പീഡിനെ സൂചിപ്പിക്കാനാണ് ഇന്ദ്രമുക്തോ അശനിറിയത. ആ വേഗത്തിലാണ് വരുന്നത്. ആ കോപം ആ വേഗതയിലൂടെ പ്രകടിപ്പിക്കുന്നു. അതുപോലെ അവന്റെ ശക്തി മുഴുവൻ ആവഹിച്ചുകൊണ്ടാണ് വരവ്. ആ ശക്തിയോടുകൂടി വന്നില്ലെങ്കിൽ കുത്തുന്ന കുത്ത് വേണ്ട പോലെ ആവില്ല, അല്ലേ? അപ്പൊ ശക്തിയോടുകൂടിയിട്ടാണ് വരിക. ഈ ആനകൾ തമ്മിൽ കുത്തുന്നത് കാണണം. അപ്പൊ ഏതെങ്കിലും ഒരു ആനയായിരിക്കും ആദ്യം പ്രകോപിച്ച് വരിക. ഇപ്പൊ നമ്മൾ ഈ എഴുന്നള്ളത്തിന് വരിവരിയായിട്ട് എഴുന്നള്ളിക്കുന്ന ആനകളിൽ പോലും ഏതെങ്കിലും ഒന്ന് കോപിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആനകളെ ചെന്ന് കുത്തും. അതുകൊണ്ട് അവരെയൊക്കെ വേഗം അവിടുന്ന് മാറ്റും. അങ്ങനെ മാറ്റാൻ പറ്റാതിരുന്നാൽ എവിടെയെങ്കിലും ഒരു ആന അകപ്പെട്ടു പോയാൽ അതിന്റെ നേരെയായിരിക്കും ഈ കോപിച്ച ആന പാഞ്ഞു വരിക. ചിലപ്പോൾ ഈ കോപിച്ചാഞ്ഞ ആന മറ്റേ ആനയേക്കാൾ ശക്തി കുറവുള്ളതായിരിക്കും. പക്ഷേ അതിന്റെ കോപവും വേഗവും കൊണ്ട് ഈ വെറുതെ നിൽക്കുന്ന ആനയെ കുത്തിമറിച്ചിടും. അതേസമയത്ത് ഈ ആനയാണ് കോപിച്ചിരുന്നതെങ്കിൽ ഇവനെ പൊടി പോലും ഉണ്ടാവില്ല. പക്ഷെ അവന് കോപമില്ലാത്തത് കൊണ്ട്, അല്ലേ, അഗ്രസീവ് അല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഡിഫൻസ് മാത്രമേ വേണ്ടൂ. അപ്പോൾ ഡിഫൻസിന് വേണ്ടി മാത്രം മെനക്കെട്ടാൽ രക്ഷയില്ല. അപ്പോൾ അഗ്രഷനാണ് ഏറ്റവും നല്ല ഡിഫൻസ്. എവിടെയും നമ്മൾ ഡിഫൻസ് മാത്രമായിട്ടിരുന്നാൽ തകർന്നു പോകുകയുള്ളൂ എന്നർത്ഥം. യുദ്ധത്തിലെ തന്ത്രങ്ങളിൽ മുഖ്യമാണത്. അപ്പൊ എപ്പോഴും അഗ്രസീവായി വരുന്നവരോട് നമ്മൾ ഡിഫൻസ് മാത്രം പ്രയോഗിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളും അങ്ങോട്ട് അഗ്രസീവ് ആകണം. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയും അതാണ്, അല്ലേ? നമ്മുടെ സമൂഹം വലിയ മതയാനകളെ പോലെ ഞങ്ങൾ ഭൂരിപക്ഷമാണ്, ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ ഞെളിഞ്ഞു നിൽക്കുമ്പോഴാണ് ഓരോ ഭാഗത്തു നിന്ന് മർമ്മത്തിൽ ആക്രമണം വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടുകൂടെ അഗ്രഷനെതിരെ അഗ്രഷൻ തന്നെ പറ്റുള്ളൂ എന്ന് തയ്യാറായിരിക്കണം. ഇപ്പൊ പറഞ്ഞു വന്നത് ഇവിടെ ഈ കാളയുടെ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് ഇന്ദ്രമുക്തോ അശനിറിയത.
ഇന്ദ്രനാൽ മോചിപ്പിക്കപ്പെട്ട ആ ഇടിമിന്നൽ പോലെ അല്ലെങ്കിൽ വജ്രായുധം പോലെ അതിന് പ്രതിവിധിയില്ല, അതുപോലെ വരികയാണ്. ആ വേഗത്തിൽ ഭഗവാന്റെ നേരെ പാഞ്ഞു വരികയാണ് എന്നർത്ഥം. അഗ്രന്യസ്തവിഷാണഗ്രഹ സ്തബ്ധാസൃഗ്ലോചനോച്യുതം കടാക്ഷിപ്യാഗ്രവത്തൂർണം ഇന്ദ്രമുക്തോ അശനിർയത. ഗൃഹീത്വാ ശൃംഗയോസ്തംവ അഷ്ടാദശപദാനി സഹ പ്രത്യപോവാഹ ഭഗവാൻ ഗജഃ പ്രതിഗജം യദാ. ഗൃഹീത്വാ ശൃംഗയോസ്തംവ അഷ്ടാദശപദാനി സഹ പ്രത്യപോവാഹ ഭഗവാൻ ഗജഃ പ്രതിഗജം യദാ. ഇവിടെ ഭഗവാൻ സർവശക്തനാണ്, അതുകൊണ്ട് ഭഗവാൻ നിന്നിടത്തുനിന്ന് അനങ്ങാതെ പിന്നെന്ത് ചെയ്തു? അവൻ അടുത്തേക്ക് വന്നപ്പോ, കാള കുത്താനായി വേഗതയിൽ വന്നപ്പോ ശൃംഗയോഹോ തം ഗൃഹീത്വ, അവന്റെ രണ്ട് കൊമ്പിലൂടെയും അവനെ പിടിച്ചിട്ട് എന്നർത്ഥം. അപ്പൊ കൊമ്പുകളെ ബലമായിട്ട് ഭഗവാൻ പിടിച്ചു. ആ കൊമ്പുകൾ രണ്ടും പിടിച്ച് സഹ ഭഗവാൻ അഷ്ടാദശ പദാനി പ്രത്യപോവാഹ ഭഗവാൻ. ഭഗവാൻ എന്ത് ചെയ്തു? അഷ്ടാദശ പദാനി എന്ന് പറഞ്ഞാലോ 18 അടി എന്ത് ചെയ്തു? പ്രത്യപോവാഹ, പ്രതി അപോവാഹ, പിന്നിലേക്ക് തള്ളിക്കൊണ്ടുവന്നു എന്നർത്ഥം. അവനെ 18 അടി ദൂരം പ്രതിലോപമായിട്ട് അടിച്ചു എന്ന് വെച്ചാൽ തിരിച്ച് തള്ളിക്കൊണ്ടുവന്നിട്ടു. ഭഗവാന്റെ ആ ഒരു കൊമ്പിൽ പിടിച്ചൊരു ഏറ് എന്ന് വേണമെങ്കിൽ പറയാം, പിന്നിലേക്ക് അവനെ തള്ളിവിട്ടു. 18 അടി മേൽപോട്ടേക്ക് മലർത്തി അടിച്ചതുപോലെയായി എന്നർത്ഥം. മലർത്തി അടിച്ചു എന്ന് തന്നെ എടുക്കാം. ഈ പ്രത്യപോവാഹ, പ്രതിലോപമായിട്ട് അടിച്ചു. ഉവാഹ എന്നുകൂടി ഉണ്ടല്ലോ. ഉവാഹ എന്ന് പറഞ്ഞാൽ വഹിക്കലാണ്, എടുത്തെറിയുക. തിരിച്ചെറിഞ്ഞു അവനെ 18 അടി പിന്നിലേക്ക്. വന്നതിനേക്കാൾ വേഗത്തില് ഭഗവാൻ മിന്നൽ പോലെ അവന്റെ കൊമ്പുകളെ പിടിച്ചു, അവനെ വീശി ഒരു ഏറ് 18 അടി അപ്പുറത്തേക്ക്. ഇതുപോലെ ഗജഹ പ്രതിഗജം യഥാ, ഒരു ആന അതിന്റെ എതിരാളിയായിട്ടുള്ള ആനയെ പിന്നിലേക്ക് തള്ളും പോലെ എന്ന് ഒരർത്ഥം. അപ്പൊ ആനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരിടുന്നതായിട്ടുള്ള സമയത്ത് ശക്തിയുള്ള ആന ശക്തി കുറഞ്ഞ ആനയെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടുപോകും. അപ്പോൾ അതുപോലെ ഇവിടെ ഭഗവാൻ ഇവനെ, ഈ ശക്തനായി വന്ന ഈ അരിഷ്ടാസുരനെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് തള്ളി 18 അടി ദൂരത്തേക്ക് എന്നർത്ഥം. സോപവിദ്ധോ ഭഗവതാ പുനരുത്ഥായ സത്വരഃ ആപതത് സ്വിന്ന സർവാംഗോ നിശ്വസൻ ക്രോധമൂർച്ഛിതഃ. സോ അപവിദ്ധോ ഭഗവതാ പുനരുത്ഥായ സത്വരഃ ആപതത് സ്വിന്ന സർവാംഗോ നിശ്വസൻ ക്രോധമൂർച്ഛിതഃ. ഭഗവതാ അപവിദ്ധഃ സഹ, ഭഗവാനാൽ ഇങ്ങനെ പിന്നിലേക്ക് എറിയപ്പെട്ട തള്ളപ്പെട്ടതായിട്ടുള്ള ആ അരിഷ്ടാസുരൻ സഹ സത്വരഃ പുനഃ ഉത്തായ, ധൃതി പിടിച്ച് ത്വരയോടുകൂടി വാശിയോടുകൂടി പുനഃ ഉത്തായ വീണ്ടും എഴുന്നേറ്റ് സ്വിന്ന സർവാംഗ, അവന്റെ ശരീരം മുഴുവൻ സ്വിന്നം എന്ന് പറഞ്ഞാൽ വിയർത്തിട്ടുണ്ട്. ഭഗവാനിൽ നിന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയ തിരിച്ചടിയില് അവനാകെ വേർത്ത് കുളിച്ചിട്ടുണ്ട് എന്ന്. സ്വിന്ന സർവാംഗ, ആ സ്വിന്ന സർവാംഗനായിട്ട് വിയർത്ത ദേഹത്തോടു കൂടിയവനായിട്ട് ക്രോധമൂർച്ഛിത നിശ്വസൻ ആപതത്, ക്രോധം കൊണ്ട് കണ്ണു കാണാത്തവനായിട്ട് മൂർച്ഛയോടുകൂടിയ ഒരു മോഹം ബാധിച്ചവനായിട്ട് തന്റെ മൃത്യുവിനോടാണ് താൻ കളിക്കുന്നത് എന്നൊന്നും ചിന്തിക്കില്ലല്ലോ. വിനാശകാലേ വിപരീത ബുദ്ധി. അവ ക്രോധം കൊണ്ട് മൂർച്ഛിക്കപ്പെട്ടവനായി നിശ്വസൻ, മുക്രയിടുന്ന പോലെയുള്ള ശ്വാസത്തോടു കൂടിയിട്ട് ഹും ഹും എന്ന് ശ്വസിച്ചുകൊണ്ട് ആപതത് ഭഗവാന്റെ നേരെ ചാടി വീണു. വീണ്ടും ഭഗവാന്റെ നേരെ ചാടുകയാണ്. വീണർത്തുനിന്ന് എഴുന്നേറ്റ് ഭഗവാനെ വീണ്ടും പ്രത്യാക്രമിക്കുകയാണ്. സോപവിദ്ധോ ഭഗവതാ പുനരുത്ഥായ സത്വരഃ ആപതത് സ്വിന്ന സർവാംഗോ നിശ്വസൻ ക്രോധമൂർച്ഛിതഃ. തമാപതന്തം സ നിഗൃഹ്യ ശൃംഗയോഃ പദാ സമാക്രമ്യ നിപാത്യ ഭൂതലേ നിഷ്പീഡയാമാസ യദാർദ്രമംബരം കൃത്വാ വിഷാണേന ജഗാന സോപതത്. തമാപതന്തം സ നിഗൃഹ്യ ശൃംഗയോഃ
പദേ സമാക്രമ്യ നിപാത്യ ഭൂതലേ നിഷ്പീഡയാമാസ യഥാർദ്രമംബരം കൃത്വാ വിഷാണേന ജഗാന സോപതത്. ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? സഹ ആപതന്തം തം ശൃംഗയോഹോ നിഗൃഹ്യ. ആപതന്തം തം, തന്റെ നേരെ പാഞ്ഞു വരുന്നവനെ, അരിഷ്ടാസുരനെ, ശൃംഗയോഹോ, വീണ്ടും കൊമ്പുകളിൽ തന്നെ നിഗൃഹ്യ, പിടിച്ചിട്ട്, കൊമ്പുകളെ മുറുക്കെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഭൂതലേ നിപാത്യ, ഭൂമിയിലേക്ക് വീണ്ടും ചരിച്ചു മറച്ചിട്ടു, പതിപ്പിച്ചു. ഭൂതലേ നിപാത്യ പദാ സമാക്രമ്യ, അവന്റെ ശരീരത്തിലേക്ക് ഭഗവാൻ കാലെടുത്ത് വെച്ച് അമുക്കി. പദാ സമാക്രമ്യ, അപ്പൊ അവന്റെ ശരീരത്തെ അനങ്ങാതിരിക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? ആക്രമിക്കുക എന്നുള്ള, കാലെടുത്ത് വെക്കുക. അപ്പൊ ശരീരത്തിൽ കാലെടുത്ത് വെച്ചു. എന്നിട്ടോ വേറെന്താ ചെയ്ത്? ആർദ്രം അംബരം യഥാ നിഷ്പീഡയാമാസ. ആർദ്രം അംബരം എന്ന് പറഞ്ഞാൽ നനഞ്ഞ തുണി, ആർദ്രമായ അംബരം. നനഞ്ഞ തുണിയെ വലിയ ബെഡ്ഷീറ്റുകളോ കമ്പിളികളോ ഒക്കെ അമ്മമാര് അലക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ പിഴിയുക? ഒറ്റയ്ക്കുള്ളൂങ്കിൽ ഒരു ഭാഗം ചവിട്ടിപ്പിടിക്കും, ഒരു ഭാഗം തിരിക്കും, അല്ലേ? അല്ലെങ്കിൽ രണ്ടാൾ വേണം വലിയ വലിയ ബെഡ്ഷീറ്റുകളൊക്കെ പിഴിയണമെങ്കിൽ. ഒറ്റയ്ക്ക് പിഴിയാൻ പറ്റില്ല. ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് കാലുകൊണ്ട് അവന്റെ ശരീരത്തെ അമുക്കി പിടിച്ചു, കൊമ്പിൽ പിടിച്ചു തിരിക്കണം. അപ്പൊ എവിടെയാ തിരിയുക? അവന്റെ കഴുത്താണ് തുണി തിരിയും പോലെ പിഴിയുക. അതാണ് ആർദ്രം അംബരം യഥാ നിഷ്പീഡയാമാസ. എന്നിട്ട് കൃത്വ വിഷാണേന ജഗാന. കൃത്വ എന്ന് പറഞ്ഞാല് ക്രന്ദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുറിച്ചെടുക്കുക. അപ്പൊ ഇങ്ങനെ തലയെ തിരിച്ച് പുഴക്കിയെടുത്തു എന്നുള്ളതാണ്. അവന്റെ തലയെ വേർപെടുത്തി, എന്നിട്ട് അവന്റെ കൊമ്പ് കൊണ്ട് തന്നെ അവനെ വീണ്ടും ഒന്നുകൂടെ അടിച്ചു. ജഗാന സഹ അപതത്, അവൻ പതിച്ചു. ആ വലിയ കൂറ്റൻ കാളയെ ഭഗവാൻ താഴെ വീഴ്ത്തിയിട്ടതിന് ശേഷം കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് അവന്റെ കൊമ്പിൽ പിടിച്ച് അവന്റെ കഴുത്തിനെ തിരിച്ച് പറിച്ചെടുത്ത്, പിന്നെ അതുകൊണ്ട് അവന്റെ ശരീരത്തിൽ വീണ്ടും ഒരു അടി കൂടി കൊടുത്തു. അവൻ അങ്ങനെ ഹനിക്കപ്പെട്ടു, പതിക്കപ്പെട്ടു. സഹ അപതത്, അവന്റെ പണി കഴിഞ്ഞു എന്ന് പറയാം. അവൻ വീണ് കിടക്കുന്ന രംഗത്തെ വർണ്ണിക്കുകയാണ്. അസൃഗ്വമൻ മൂത്രശകൃത് സമുത്സൃജൻ ക്ഷിപംശ്ച പാദാനനവസ്ഥിതക്ഷണഃ ജഗാമകൃത്സ്രം നിരുദേരദക്ഷയം പുഷ്പൈ കിരന്തോ ഹരിമീഡിരേ സുരാഹ. അസൃഗ്വമൻ മൂത്രശകൃത് സമുത്സൃജൻ ക്ഷിപംശ്ച പാദാനനവസ്ഥിതക്ഷണഃ ജഗാമകൃത്സ്രം നിരുദേരദക്ഷയം പുഷ്പൈ കിരന്തോ ഹരിമീഡിരേ സുരാഹ. ഇപ്പൊ ഭഗവാന്റെ ഈ ആക്രമണത്തില് അസൃഗ്വമന്, അവൻ ചോര ഛർദിച്ചു. വായിൽ നിന്ന് ചോരയെല്ലാം ഛർദിച്ചുകൊണ്ടും മൂത്രശകൃത് സമുത്സൃജന്, മൂത്രവും മലവും അവന്റെ ശരീരത്തിൽ നിന്ന് സമുത്സൃജന് വിസർജിച്ചു. ഭഗവാന്റെ പ്രത്യാക്രമണത്തിൽ അവന് യാതൊരു നിയന്ത്രണവുമില്ലാതായി പരവശനായി മലമൂത്ര വിസർജനം ചെയ്ത് പാദാൻ ക്ഷിപന്, കൈകാലുകൾ എടുത്തെറിഞ്ഞ് എന്ന് വെച്ചാൽ കുടഞ്ഞുകൊണ്ട്, കാലും കയ്യൊക്കെ കുടഞ്ഞുകൊണ്ട്, പാദാൻ ക്ഷിപന് അനവസ്ഥിതേ ക്ഷണ, അവന്റെ ഈ ക്ഷണം കണ്ണ് മുമ്പ് തുറച്ചു കൊണ്ടുവന്നതായിരുന്നു, സ്തബ്ധ ഈക്ഷണനായിരുന്നു. ഇപ്പോ അനവസ്ഥിതേ ക്ഷണ, അവന്റെ ഈ ക്ഷണത്തിന് അവസ്ഥയില്ല, നിലയില്ല, കറങ്ങുന്ന കണ്ണോട് കൂടിയിട്ട്. ബോധം കെട്ടുകഴിഞ്ഞാൽ പിന്നെ കണ്ണിന് ഒരു ഭാഗത്തേക്ക് നിൽക്കില്ല. അപ്പൊ ഈ ക്ഷണം അനവസ്ഥിതങ്ങളായ അഥവാ ഇളകിയതായിട്ടുള്ള കണ്ണോട് കൂടിയവനായിട്ട് കൃത്സ്രം വളരെ ക്ലേശാവസ്ഥയെ പ്രാപിച്ചു. അത് നിരുദേഹേ ക്ഷയം ജഗാമ. അനന്തരം നിരുതി എന്നിവിടെ പറയുന്നത് യമനെ, ക്ഷയം എന്നുള്ളത് യമന്റെ ലോകത്തെ, യമന്റെ ഭവനത്തിന്റെ പേരാണ്, വീട്ട് അഡ്രസ്സാണ് ക്ഷയം. നമുക്ക് യമന് വല്ല കത്തയക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അഡ്രസ്സാണ് ക്ഷയം എന്നുള്ളത്, മറക്കാതെ എഴുതുക. അപ്പോ നിരുദേഹേ ഭവനം എന്നർത്ഥം, നിരുദേഹേ ക്ഷയം.
ജഗാമ, അപ്പൊ യമലോകത്തേക്ക് പോയി എന്നർത്ഥം. അപ്പൊ അവന്റെ ആ വന്ന വരവ് എങ്ങനെയായിരുന്നു, ഇപ്പൊ പോയ പോക്ക് എങ്ങനെയായിരുന്നു ഭഗവാന്റെ അടുത്ത് കളിച്ചപ്പോ എന്ന് മനസ്സിലായി. അപ്പോ ആ സമയത്ത് എന്ത് ചെയ്തു? സുരാഹ പുഷ്പൈഹി ഹരിം കിരന്ത ഈടിരേ. സുരാഹ, ദേവലോകത്ത് ഇത് കണ്ടുകൊണ്ട് നിന്നതായിട്ടുള്ള ദേവന്മാര്, പുഷ്പൈഹി, പുഷ്പങ്ങളെ കൊണ്ട്, ഹരിം കിരന്ത, ഹരിയെ വികിരണം ചെയ്യുന്നവരായിക്കൊണ്ട്, ഹരിയുടെ നേരെ പുഷ്പവർഷം ചെയ്യുന്നവരായിട്ട്, ഈടിരേ, ഭഗവാന് സ്തുതി ചെയ്തു, ഭഗവാന് ജയ് വിളിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ എന്ന് ഭഗവാന് എല്ലാവരും കൂടി ജയ് വിളിച്ചു, ഭഗവാന് സ്തുതി പാടി, ഭഗവാന്റെ വിജയം ദേവന്മാർ കൊണ്ടാടി എന്നർത്ഥം. അപ്പോൾ ഇവനെ അരിഷ്ടാസുരനെ ഭഗവാൻ നിസാരമായിട്ട് വധിച്ചു കളഞ്ഞു. ഏവം കകുദ്മിനം ഹത്വാ സ്തൂയമാനസ്വജാതിഭിഃ വിവേശഗോഷ്ഠം സബലോ ഗോപീനാം നയനോത്സവഃ. ഏവം കകുദ്മിനം ഹത്വാ സ്തൂയമാനസ്വജാതിഭിഃ വിവേശഗോഷ്ഠം സബലോ ഗോപീനാം നയനോത്സവഃ. ഏവം, ഇപ്രകാരം, കകുദ്മിനം ഹത്വ, കകുദ്മിനം ഋഷഭം അല്ലേ, പൂഞ്ഞയുള്ളതിനെ എന്നർത്ഥം. പൂഞ്ഞയുള്ള കാളയെ കൊന്നിട്ട്, ഹത്വ സ്വജാതിഭിഹി സ്തൂയമാനഃ. ഇവിടെ സ്വജാതിഭിഹി എന്ന് പറഞ്ഞാൽ ഗോപൈഹി, ഗോപവൃന്ദങ്ങളാൽ സ്തുതിക്കപ്പെടും. നേരത്തെ ദേവന്മാർ സ്തുതിച്ചു, ഇപ്പതാ ഗോപവൃന്ദങ്ങളും സ്തുതിക്കുന്നു. അതാണ് സ്വജാതിഭിഹി സ്തൂയമാനഃ, തന്റെ കൂട്ടുകാരാലെല്ലാം സ്തുതിക്കപ്പെട്ടവനായിക്കൊണ്ട്, സബലഹ, ബലരാമനോട് കൂടിയവനായിട്ട്, ഗോപീനാം നയനോത്സവ ഗോഷ്ഠം വിവേശ, ആ ഗോപികളുടെ എല്ലാം കണ്ണുകൾക്ക് ഉത്സവമൂർത്തിയായിട്ട്, അവർക്കൊക്കെ ഉത്സവം, അവർക്കൊക്കെ ആനന്ദം നൽകുന്നവനായിട്ട്, ഗോപികമാർക്ക് ആനന്ദം നൽകുന്ന ആ മനോഹര രൂപത്തോടുകൂടി, വീരഭാവത്തോടുകൂടി, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന മട്ടിലും, നിങ്ങളാരും പേടിക്കണ്ടാട്ടോ, ഞാനുണ്ടല്ലോ ഇവിടെ നിങ്ങളുടെ രക്ഷകനായിട്ട് എന്ന മട്ടിലും തന്റെ വീരഭാവമെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട്, ഗോപന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഭഗവാൻ ഗോപീനാം നയനോത്സവനായിക്കൊണ്ട് ആ ഗോഷ്ഠത്തിലേക്ക് പ്രവേശിച്ചു, ഗോകുലത്തിലേക്ക് പ്രവേശിച്ചു. ഗോഷ്ഠം വിവേശ. അപ്പോൾ ഈ 15 ശ്ലോകങ്ങളെ കൊണ്ട് അരിഷ്ടാസുരവധം എന്നുള്ള ആ ഭാഗം കഴിഞ്ഞു. ഇനിതാ തുടർന്ന് നാരദ മഹർഷി വരുന്നതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. നമുക്ക് വൈകുന്നേരം നോക്കാം, വൈകുന്നേരം 6:30 നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നമുക്ക് വൈകുന്നേരം നോക്കാം. ഓ നാരായണ. എല്ലാവർക്കും ശുഭദിനം.